അവനോടുകൂടി ജീവിക്കും. ക്രിസ്തുവിനോടുകൂടി നമ്മൾ മരിക്കണം. പാപസംബന്ധമായി നാം മരിക്കണം. സ്നാനക്കുളത്തിലേക്ക് നമ്മൾ പോകുന്നതുമായിട്ട് നമ്മൾ മരിച്ചിരിക്കണം. മരിച്ചവരെയാണ് അടക്കം ചെയ്യുന്നത്, മരിച്ച വ്യക്തികളാണ് കുഴിച്ചിടുന്നത്. അതുകൊണ്ട് സ്നാനക്കുളത്തിൽ ഇറങ്ങുന്ന മുമ്പ് നാം പാപസംബന്ധമായി മരിച്ചിരിക്കണം. പാപസംബന്ധമായി മരിച്ചവർ ഇനി എങ്ങനെ അതിൽ ജീവിക്കുന്നതെന്നാണ് രണ്ടാമത്തെ വാക്യം. സ്തോത്രം. രണ്ടാമത്തെ വാക്യം എന്താണ്? പാപസംബന്ധമായി മരിച്ചവരായ നാം ഇനി അതിൽ ജീവിക്കുന്നത് എങ്ങനെ? പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇതൊന്നും നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ 8ാമത്തെ വാക്യത്തിൽ പറയുന്നു, നാം ക്രിസ്തുവിനോടുകൂടി മരിച്ചുവെങ്കിൽ അവനോടുകൂടി ജീവിക്കുമെന്ന് വിശ്വസിക്കുന്നു. 9ാമത്തെ വാക്യത്തിൽ പറയുന്നു, ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കയാൽ ഇനി മരിക്കയില്ല. ഇനി മരിക്കയില്ല, ഇനി മരിക്കയില്ല. നമുക്കൊരു മരണമേ ഉള്ളൂ. ആ മരണം യേശു ക്രിസ്തുവിനോട് ചേരുവാനുള്ള സ്നാനമാണ്. ആ സ്നാനത്തിൽ നാം മനസാന്തരപ്പെട്ട് നമ്മുടെ പാപങ്ങൾ മുഴുവനും കഴുകിക്കളഞ്ഞാൽ പിന്നെ മരണമില്ല. പിന്നെ നമുക്ക് ഒരു വേർപാടാണ്. ആത്മാവും ശരീരവും തമ്മിലുള്ള വേർപാടേ ഉള്ളൂ. അതിനെയാണ് ലോകത്തിലുള്ള ആൾക്കാർ ഇവരുടെ മരണമെന്ന്. നമ്മുടെ മരണം ഇവിടെ നടന്നു. നമ്മുടെ മരണം ജലത്തിൽ സ്നാനമേറ്റപ്പോൾ നമ്മുടെ മരണം നടന്നിരിക്കണം. അവിടെ മരിക്കണം, അവിടെ മരിക്കണം. അവിടെ മരിക്കണ കാര്യമാണ് പറയുന്നത്. ക്രിസ്തുവിനോട് കൂടെ മരിച്ചുവെങ്കിൽ അവനോടുകൂടി ജീവിക്കുമെന്നാണ് വചനം പറയുന്നത്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് 9ാമത്തെ വാക്യം ഒന്നുകൂടി നമുക്ക് വായിക്കാം. ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കയാൽ ഇനി മരിക്കയില്ല. മരണത്തിന് അവന്റെ മേൽ ഇനി കർത്തൃത്വമില്ല. നമുക്കില്ല. നമുക്കിഞ്ഞി മരണത്തിനോട് കർത്തൃത്വമില്ല. നാം ഇനി മരിക്കുന്നില്ല. നാം ക്രിസ്തുവിനോട് ഒരു പ്രാവശ്യം മരിച്ചു. അത് ജലത്തിൽ മുങ്ങി സ്നാനമേറ്റപ്പോൾ നമ്മുടെ മരണം അവിടെ സംഭവിച്ചു. നമ്മുടെ പഴയ മനുഷ്യൻ മരിച്ചു. നമ്മുടെ പഴയ മനുഷ്യനെ കുഴിച്ചിട്ടു. ഇനി നമുക്ക് മരണമില്ല. ഇനി ക്രിസ്തുവിനോട് കൂടി ജീവിക്കുകയാണ് നമ്മുടെ ദൗത്യം. ക്രിസ്തുവിനോട് കൂടി ജീവിക്കുക. നാം ക്രിസ്തുവിനോട് ചേരുവാനാണ് സ്നാനമേറ്റിരിക്കുന്നത്. ഇനി നമ്മൾ ക്രിസ്തുവിനോടുകൂടി ജീവിക്കുകയാണ് വേണ്ടത്. സ്തോത്രം. അവിടെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ, അവന്റെ മരണത്തിന്റെ സാദൃശ്യത്തോട് ഏകീഭവിച്ചാൽ എന്താണ്? പുനരുത്ഥാനത്തിന്റെ സാദൃശ്യത്തോടു കൂടി ഏകീഭവിക്കുമെന്നാണ്. അതുകൊണ്ട് ഇനി നമുക്കുള്ളത് പുനരുത്ഥാനത്തിന്റെ സാദൃശ്യത്തോട് നാം ഏകീഭവിക്കുകയാണ് വേണ്ടത്. ദൈവത്തിന് മഹത്വം. സ്തോത്രം. 10ാമത്തെ വാക്യം നമുക്ക് വായിക്കാം.